ഗുരുവിനോടുള്ള കൃതജ്ഞതയും ആത്മസമർപ്പണവും ജീവിതത്തിൽ പകർത്തേണ്ട ആധ്യാത്മിക സന്ദേശവും പകർന്ന് കൊല്ലം അമൃതപുരിയിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. 150ഓളം സന്യാസിനി ബ്രഹ്മചാരിണിമാരുടെ കാർമ്മികത്വത്തിൽ നടന്ന ഗുരുഹോമത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗമത്തിന് ശേഷമാണ് ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകൾ നടന്നത്. ഞാനെന്ന ഭാവത്തിൽ നിന്ന് നമ്മളെന്ന ഭാവത്തിലേക്ക് മനുഷ്യ മനസ്സ് ഉയർത്തുകയാണ് ഗുരുവിന്റെ കർത്തവ്യമെന്ന് മാതാ അമൃതാനന്ദമയി ദേവി സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിന്റെയും പ്രതീകമാണ് ഗുരുപൂർണിമ. അതുകൊണ്ട് തന്നെ ഗുരുപൂർണിമ ചടങ്ങുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ശിഷ്യഹൃദയത്തെ വിനയത്തിന്റെയും കൃതജ്ഞതയുടെയും കടപ്പാടിന്റെയും ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഭാവം ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കണം. എങ്കിലും ആ ഭാവത്തെ പ്രത്യേകിച്ച് ഉണർത്താൻ വേണ്ടിയുള്ള ദിനമാണ് ഗുരുപൂർണിമ. നമ്മളുടെ അജ്ഞാനത്തിന്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനാണ് ഗുരു. സാധാരണ നമ്മൾ ജ്ഞാനസൂര്യൻ എന്നാണ് പറയുക. എന്നാൽ ഇവിടെ പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞത് ഗുരുവിന്റെ പൂർണ്ണതയെ അലൗകികമായ സൗന്ദര്യത്തെ എടുത്തു കാട്ടാനാണ്. ജ്ഞാനത്തിന്റെ വെളിച്ചത്തോടൊപ്പം ചന്ദ്രനെ പോലെ ലോകത്ത് നന്മയും ആനന്ദവും വർഷിക്കുന്ന ഭാവം കൂടി ഗുരുവിനുണ്ട്.